കൺഫെഷൻ റൂമിലിരുന്ന് ജാസ്മിൻ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ലൈവിൽ. പക്ഷേ അതിന് ശേഷവും ജാസ്മിൻ ഭയങ്കര സങ്കടത്തിലാണ്. ഇപ്പോൾ രാത്രി സമയത്ത് ഭയങ്കര സെൻറ്റിയായിട്ട് അവിടെ സോഫയിൽ കിടക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ. ആ സമയത്ത് അവിടെ സായി വന്ന് നിന്ന് ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. സായി പറയുന്നുണ്ട്, ഇത് എക്സ്പെക്റ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വിഷമിച്ചിരിക്കുന്ന ജാസ്മിനെ കാണുന്ന സമയത്ത് പറയുന്നതാണ് സായി അത്. പക്ഷേ അപ്പോൾ തന്നെ അവളോട് പറയുന്നുണ്ട്, അല്ല എന്നാലും പെരുന്നാളിനെങ്കിലും. അപ്പോൾ സായി തിരിച്ചു ചോദിക്കുന്നുണ്ട്, പെരുന്നാളിനും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, പെരുന്നാളിനെങ്കിലും ഞാൻ അയക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അവിടെ ജാസ്മിന് ഡ്രസ്സുകൾ വന്നിട്ട് കുറേ ദിവസമായി. അറ്റ്ലീസ്റ്റ് പെരുന്നാളിനെങ്കിലും നല്ലൊരു ജോഡി ഡ്രസ്സ് കിട്ടുമെന്നാണ് ജാസ്മിൻ പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവർക്കും പെരുന്നാളിന് വീട്ടിൽ നിന്ന് ഡ്രസ്സുകൾ അയച്ചു കൊടുത്തു. ജാസ്മിന് മാത്രം വീട്ടിൽ നിന്ന് ഡ്രസ്സ് വന്നിട്ടില്ല. അതിൽ നിന്ന് തന്നെ ജാസ്മിൻ്റെ ഗെയിം ഇവിടെ അത്രയും നെഗറ്റീവാണ്, ജാസ്മിൻ്റെ അടുത്ത് വീട്ടുകാർ അത്രയും കലിപ്പിലാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കാം വീട്ടുകാർ ആ ഡ്രസ്സ് അയച്ചു കൊടുക്കാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ റുട്ടീനായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. വീട്ടുകാർക്ക് പ്രോബ്ലം ആണ് എന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയായിരിക്കണം ജാസ്മിന് അവിടെ അത് അയച്ചു കൊടുക്കാത്തത്. പക്ഷേ ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഭയങ്കര സെൻറ്റിയാണ്, ഭയങ്കര മൂഡ് ഓഫാണ്. കയ്യിൽ നിന്ന് എല്ലാം പോയ അവസ്ഥയിലാണ് ജാസ്മിൻ അവിടെ നടക്കുന്നത്. എന്തായാലും ഇത് ജാസ്മിൻ്റെ ഗെയിമല്ല, സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അവിടെ റിയൽ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീട്ടിൽ നിന്ന് ഡ്രസ്സ് വന്നിട്ട് കുറേ നാളായി. അറ്റ്ലീസ്റ്റ് പെരുന്നാളിന് പോലും ഒരു ജോഡി ഡ്രസ്സ് വീട്ടുകാർ ജാസ്മിനെ അയച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്.